വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് ഒരു നിമിഷം കൂടി നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം. ഈ മണിക്കൂറിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധീകരിക്കുന്നവനെ നമുക്ക് ഈ ലോകത്തിലേക്ക് കൊണ്ടെത്തുന്ന പരിശുദ്ധ അമ്മ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്ന ഒരുവനിൽ നിന്നാണ്. അതുകൊണ്ട് അവന്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഉറവിടമായ ദൈവത്തിൽ തന്റെ പുത്രനെ നമുക്ക് ഈ ലോകത്തിലേക്ക് നമുക്കായി ഓരോരുത്തർക്കും കൊണ്ടെത്തുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് ഈ മണിക്കൂറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ശാന്തമായിരിക്കാം. ഇന്ന് ഈ സമയം നമുക്ക് ശ്രവിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വിഷയം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. എവിടെയായി ഭൂമിയിൽ എവിടെ വെച്ചായി വിശുദ്ധീകരണം ആരംഭിക്കുന്നത്? ദൈവത്തിന് സ്തുതി. നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എവിടെ വെച്ചാ വിശുദ്ധീകരണം ആരംഭിക്കുന്നത്? യുഗത്തിന്റെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ, സൃഷ്ടപ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന് മുമ്പ് തൊട്ട് തന്നെ വിശുദ്ധീകരണം ആരംഭിച്ചിരുന്നു? അതെവിടെ വെച്ചാ? സ്വർഗത്തിൽ വെച്ച് തന്നെ. തന്റെ നിലമറന്ന ദൂതന്മാരെ ദൈവം കരുണ കാണിച്ചില്ലെന്ന യൂദാശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് അഹങ്കരിച്ച ദൂതന്മാരോട് ദൈവം കരുണ കാണിച്ചില്ല. നിത്യതയുടെ ഇരുൾക്കുഴിയിലേക്ക് അവരെ ദൈവം തള്ളിവിട്ടു. വീണ്ടും ഒരു വിശദീകരണം നമ്മൾ കാണുന്നുണ്ട്. അതെവിടെ വെച്ചാ? ശ്രദ്ധിക്കുമ്പം നമുക്ക് ഇങ്ങനെ പറയുവാണെങ്കിൽ ഒരു മനസ്സിൽ ഓർത്തിരിക്കും. പറുദീസായെ ദൈവം വിശദീകരിച്ചു. എപ്പോഴാ? പറുദീസയിൽ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ യാതൊരു കരുണയും കാണിച്ചില്ല. ദൈവം അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പറുദീസയെ വിശദീകരിച്ചു. വീണ്ടും യുഗത്തിന്റെ ആരംഭത്തിൽ, കാലഘട്ടങ്ങളുടെ ആരംഭത്തിൽ ദൈവം ലോകത്തെ വിശദീകരിക്കുന്നുണ്ട്. എവിടെയാ? എങ്ങനെയാ? പറയാൻ മേലെ? അറിയാമെങ്കിൽ പറ. പ്രളയത്തിലൂടെ. ഇത് ഉൽപ്പത്തിയുടെ പുസ്തകം 6:11-12 പറയുന്നുണ്ട്. ദൈവം നോക്കിയപ്പോൾ ഭൂമി മുഴുവൻ ദുഷിച്ചതായി കണ്ടു, മനുഷ്യർ മുഴുവൻ അസന്മാർഗികളായി തീർന്നു. ദൈവം യാതൊരു കരുണയും കാണിച്ചില്ല. ദൈവം പ്രളയത്തിലൂടെ ഭൂമുഖത്തെ മുഴുവൻ ശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം കാണുന്നുണ്ട് സോദോം ഗൊമോറ. മനുഷ്യൻ പാപത്തിന്റെ ആ അത്യുന്നതയിലെത്തി, അച്യുത്തിയിലെത്തിയപ്പോൾ ദൈവം യാതൊരു കരുണയും കാണിച്ചില്ല. ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറക്കി സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യം നമ്മൾ ഈ ഉദാഹരണങ്ങൾ മാത്രം എടുത്താൽ മാത്രം മതി. പഴയ നിയമകാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പാപം ചെയ്ത മനുഷ്യരോടൊപ്പം അവരുടെ വസ്തുക്കളെ മുഴുവൻ ദൈവം നശിപ്പിച്ചുകൊണ്ടാണ് ദൈവം അവരോട് പ്രതികാരം ചെയ്തതെങ്കിൽ, ഇന്ന് നാം ഓർത്തെ തന്റെ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ദൈവം പാപത്തിൽ നിന്ന് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നാം ഓരോരുത്തരും ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തതുപോലെയാണ് നമ്മോട് ഇന്ന് ദൈവം ചെയ്യുന്നതെങ്കിൽ നാം ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ?
നമ്മുടെ ഏതെങ്കിലും വസ്തുക്കൾ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ നമ്മുടെ അധീനമായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, അതിഭയങ്കരമായ മഹാകരുണയാണ് ദൈവം തന്റെ പുത്രനിലൂടെ ഈ ലോകത്തോടും നമ്മോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നത്: യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഈ ബലിയർപ്പണത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. പുത്രന്റെ തിരുരക്തമാണല്ലോ നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യർ 1:4 പറഞ്ഞിരിക്കുന്ന: തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കിയേ, തന്റെ പുത്രന്റെ തിരുരക്തത്തിലൂടെയാണ് ദൈവം തിന്മ നിറഞ്ഞ ലോകത്തെ നമുക്ക് മാറ്റിവെക്കാം. തിന്മ നിറഞ്ഞ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാൻ ദൈവം തന്റെ വിശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് തന്റെ പുത്രന്റെ രക്തത്തിലൂടെയാണ്. നോക്ക് ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാം ദൈവമക്കളായി തീർന്നത്? നാം ദൈവമക്കളായി തീർന്നത് തന്റെ പുത്രന്റെ തിരുരക്തത്തിലൂടെയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ രക്തമാണ് നമ്മളെ വിശദീകരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെതായിരിക്കാൻ വേണ്ടിയല്ല ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് തന്റെ പുത്രനെ പ്രതി നമ്മെ തന്നെ വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്: നാം ലോകത്തിന് മരിച്ചവരായി, നാം പാപത്തിന് മരിച്ചവരായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇനിമേൽ പാപം നമ്മുടെ മർത്യശരീരങ്ങളിൽ ഭരണം നടത്താതെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മർത്യശരീരങ്ങൾ ഭരണം നടത്തുവാൻ നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ തിരുരക്തം, കാൽവരിയിൽ ചിന്തിയ തിരുരക്തം നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുക്കുവാൻ ദൈവം നമുക്ക് അരുളിച്ചതിനെ കൽപ്പിച്ചു തന്നിരിക്കുന്ന നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും അമൂല്യമായ ആ തിരുരക്തം നമ്മളിലേക്ക് ഒഴുകാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് പിതാവായ ദൈവം തന്റെ പുത്രന്റെ തിരുരക്തത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നെങ്കിൽ പിതാവായ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ധ്യാനങ്ങളെല്ലാം കൂടി, ഈ പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുത്തു. പക്ഷെ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചെടുക്കുന്നത്? അത് ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ ലക്ഷ്യം, ദൈവത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കണം. ദൈവത്തിന് നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത പ്രവൃത്തികൾ. ജീവനില്ലാത്ത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പ്രവൃത്തികൾ. പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് വിശുദ്ധീകരിക്കണം. ഈ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചെടുത്തിട്ട് വേണം ദൈവത്തിന് തന്റെ പുത്രനോട് നമ്മളെ അനുരൂപരാക്കാൻ. അതുകൊണ്ടാണ് ഹെബ്രായർ 9:14 പറഞ്ഞിരിക്കുന്നത്: നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വിശദീകരിച്ചിട്ട് ജീവിക്കുന്നവനായ ദൈവത്തെ ശുശ്രൂഷിക്കണം നമ്മൾക്ക്. അതിന്റെ ഭാഗമാണല്ലോ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണല്ലോ ഒരിക്കൽ എന്നോ ധ്യാനം കൂടിയ വിൽസൺ ബ്രദർ ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള അത്യക്ഷണമായ ആഗ്രഹത്തിലൂടെ ഈ എഫെത്ത മിനിസ്ട്രിക്ക് രൂപം കൊടുത്തിരിക്കുന്ന. പ്രിയപ്പെട്ടവരെ, നോക്ക്, നമ്മുടെ അന്ധകരണത്തെ വിശദീകരിക്കുന്ന ദൈവത്തിന്റെ ആ വിശുദ്ധ രക്തം വഴി ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ തെരഞ്ഞെടുക്കുന്നത്. വീണ്ടും രണ്ടാമത്തെ കാരണം ഇതാണ്: ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനാഥന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യമായ വിശുദ്ധ മാത്രമാകും. 2 തിമോത്തി 2:21. നികൃഷ്ടമായ പ്രവർത്തികളിൽ നിന്ന് ഒരുവൻ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ഗ്രഹനാഥന് പ്രയോജനകരവും ഏതൊരു ശ്രേഷ്ഠമായ കാര്യത്തിന് ഉപയോഗയോഗ്യവുമായ വിശുദ്ധമായ പാത്രമാകും.
പ്രിയപ്പെട്ടവരെ, നോക്ക്, ധ്യാനം കൂടി, നവീകരണ ധ്യാനം കൂടി, പാപകരമായ ജീവിതത്തെയൊക്കെ പറഞ്ഞുപേക്ഷിച്ച്, പഴയ ദുശീലങ്ങളിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച്, മദ്യപാനത്തിന്റെ കെട്ടുകളിൽ നിന്നും, വഴക്കിന്റെ ആ ബന്ധനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ ആ പകയുടേതായ എല്ലാവിധമായ ആ പഴയ കാലങ്ങളിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ചുകൊണ്ട്, ദൈവത്തെ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ മനുഷ്യരും ചെയ്യുന്നത് ഈ വിശുദ്ധമായ ശുശ്രൂഷയാണ്. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ തന്റെ തിരുരക്തത്തിലൂടെ നമ്മളെ വിശദീകരിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും മൂന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശദീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം നിത്യജീവനാണ്. നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൽ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ്. ഈ നിത്യജീവന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം എന്ന് പറയുന്ന വിശുദ്ധിയുടെ പൂർണ്ണത. വിശുദ്ധീകരണം എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയുടെ തലത്തിലേക്ക് ഒരുത്തനെ എത്തിക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധിയുടെ പരമോന്നതിയിൽ എത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ പാപിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പാപത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് വിശുദ്ധീകരണം ആവശ്യമുണ്ട്. അത് ദൈവത്തിന്റെ തിരുരക്തത്താൽ അവൻ മോചനം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കാണാം എങ്ങനെയാണ് ദൈവം വിശുദ്ധീകരിക്കുന്നതെന്ന്. ഒന്ന് നാം കണ്ടു, തിരുരക്തത്താൽ വിശുദ്ധീകരിക്കുന്നു. രണ്ട്, വചനത്താൽ ദൈവം വിശുദ്ധീകരിക്കുന്നു. അതായത് യോഹന്നാൻ 17:17 പറയുന്നുണ്ട്, കർത്താവേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. കാരണം എന്തെന്നാൽ നിന്റെ വചനമാണല്ലോ സത്യം. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം. ദൈവമേ, നമ്മൾ ഓർക്കുന്നുണ്ട്, പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി പീലാത്തോസ് കാത്തുനിന്നില്ല. അടുത്ത കാര്യത്തിലേക്ക് നടപടിയിലേക്ക് പീലാത്തോസ് കടന്നു. പക്ഷേ ഇവിടെ ദൈവം പറയാണ്, ഈശോ പറയാണ് യോഹന്നാൻ 17:17, നിന്റെ സത്യത്താൽ ഇവരെ വിശദീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെയാണ് ദൈവം നമ്മെ വിശദീകരിക്കുന്നത്. ഈ വചനത്തിലൂടെ തന്നെയാണ് ദൈവം ഇന്നും നമ്മെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിക്കോദോമസിനോട് ഈശോ പറയുന്നത്, ജലത്താലും ആത്മാവിനാലും ഒരുത്തൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ജലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ആത്മാവെന്ന് പറയുന്നത് നമ്മളെ വിശദീകരിക്കുന്ന ദൈവത്തിന്റെ പ്രക്രിയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് വചനത്താൽ വിശദീകരിക്കപ്പെട്ട ഒരുവനിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ, സമ്പത്തിനെ വർഷിക്കുമ്പോൾ അവൻ വിശദീകരണത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കും.